മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ബിനോയ്ക്ക് ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ചയില്ല. ഒന്നിന്റെ കാഴ്ച ഭാഗികം. തലയ്ക്ക് മുകളിലുള്ള ഈ കൂര കാറ്റൊന്ന് വീശിയാൽ നിലം പതിക്കും. ബിനോയുടെ അമ്മ സുശീല പീരുമേട് ടീ കമ്പനിയിലെ സ്ഥിരം തൊഴിലാളിയായിരുന്നു. കമ്പനി പൂട്ടിയിട്ട് 25 വർഷമാകുന്നു. ഈ വാർദ്ധക്യത്തിലും ഇവർ കൂലിവേല ചെയ്താണ് ഈ കുടുംബം പുലർത്തുന്നത്. ഞങ്ങൾക്ക് ഒരിടം കിടക്കാനും വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇതിനകത്ത് താമസിക്കുക. കാറ്റോ മഴയോ വന്നാൽ ഞങ്ങൾ പേടിച്ചാണ്. ഞങ്ങൾക്ക് ഒരിടം പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ കിടക്കുന്നത്. തൊട്ടടുത്ത ലയത്തിലാണ് ലാലി താമസിക്കുന്നത്. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. 2 പേരെയും വിവാഹം കഴിപ്പിച്ചയച്ചു. ഒരു മകളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ വിധവയായ മകളുടെയും കുട്ടികളുടെയും ചുമതല കൂടി ഇവരുടെ ചുമലിലാണ്. എസ്റ്റേറ്റാണ് തുറന്നു കഴിഞ്ഞ് വെച്ച് പിന്നെ ഒരു പാട്ടക്കാരൻ വന്ന് തുറന്നു. പാട്ടക്കാരൻ വന്ന് തുറന്നു വെച്ച് പാട്ടക്കാരനും ഇട്ടിട്ട് പോയി, അയാളും ഇട്ടിട്ട് പോയി. അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ സത്യത്തിൽ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഒരു വഴിയില്ല. 1300 സ്ഥിരം തൊഴിലാളികളും അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികളും ജോലി ചെയ്തിരുന്നു പീരുമേട് ടീ കമ്പനിയിൽ. ഇപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്നത് 200-ൽ താഴെ കുടുംബങ്ങൾ മാത്രം. ഇവിടെയുള്ള ഏത് തൊഴിലാളിക്കും പറയാനുള്ളത് ഈ ദുരിത ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. തൊഴിലാളി സംഘടനകൾ തേയിലച്ചെടികൾ വീതം വെച്ച് തൊഴിലാളികൾക്ക് നൽകി. അതിൽ നിന്നും കൊളുന്തു നുള്ളിക്കിട്ടുന്നത് വെച്ചാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ ജനം ജീവിച്ചത്. ആവശ്യത്തിന് പരിചരണമില്ലാതായതിനാൽ ഈ ചെടികളെല്ലാം നശിച്ചു. ഇതോടെ പലരും തോട്ടം ഉപേക്ഷിച്ചു പോയി. അവശേഷിക്കുന്നവർ കൂലിവേലയ്ക്ക് പോയി ഉപജീവനം നടത്തുന്നു. കമ്പനി പൂട്ടിയതുകൊണ്ട് ഗ്രാറ്റുവിറ്റി അടക്കം യാതൊരു ആനുകൂല്യവും പലർക്കും ലഭിച്ചില്ല. 2 ബജറ്റുകളിലായി പീരുമേടിലെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങൾ നന്നാക്കാൻ 10 കോടി രൂപ വീതം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. എല്ലാം പൊളിച്ച് എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ തരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്ന പല തോട്ടങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഹെലിബ്രിയ എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയ ശേഷം കഴിഞ്ഞ മാസം വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. മറ്റു ചില തോട്ടങ്ങളിൽ 5 മാസത്തിലേറെയായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട്. അപ്പം നിരവധി ആനുകൂല്യങ്ങളും ഗ്രാറ്റുവിറ്റി അടക്കം നേരത്തെ 2000 അടച്ചു പോകുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഈ ലീസ് മാനേജ്മെൻറ്റ് വന്നിട്ടും ബാക്കിയുള്ള 4 മാസത്തെ ശമ്പള കുടിശ്ശിക അടക്കം നിരവധി ആനുകൂല്യം ഉള്ള സമയത്ത് പറയാൻ അയാളും ഒഴിച്ചുപോയി. ഇവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ടായിരുന്നു. ഇന്ന് അവശേഷിക്കുന്നത് അതിൻ്റെ ചിമ്മിനി മാത്രമാണ്. ഒരു കാലത്ത് കേരളത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നായിരുന്ന തേയില വ്യവസായം തന്നെ ഇല്ലാതാവുകയാണ്. നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലെങ്കിലും സർക്കാർ ഇടപെടണം. പീരുമേട്ടിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.